ഹലോ ഫ്രണ്ട്സ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബാലൻ എന്ന സിനിമയുടെ ട്രെയിലർ ഡീകോഡിംഗ് ആണ് ഈ വീഡിയോ. സാക്ഷാൽ രാം ഗോപാൽ വർമ്മ വരെ അതിഗംഭീരമെന്ന് പറഞ്ഞ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് 100% ശരിയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഈ ഡീകോഡിംഗ് വീഡിയോ നിങ്ങളുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. അല്ലാത്തവർ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. ഒരു കുട്ടി തന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി അമ്മയെക്കുറിച്ച് അന്വേഷിച്ച് തന്റെ ഭൂതകാലത്തിലേക്ക് പോകുന്നതാണ് സിനിമയുടെ കഥ എന്നാണ് സിനോപ്സിസിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. ഈ സിനിമയ്ക്ക് 2 ടൈം ലൈൻ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ കുറച്ചു കഴിയുമ്പോൾ പറയാം. ആദ്യം ട്രെയിലറിലേക്ക് വരുമ്പോൾ ഒരമ്മയും ഒരു കുട്ടിയും പല കള്ളപ്പേരുകളിലായി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. മേരി, ലൂക്ക, ഷേർലി എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ ആ സ്ത്രീ പല സ്ഥലങ്ങളിൽ കള്ളപ്പേര് പറഞ്ഞ് ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ തെളിവാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിലും മെഴുകുതിരി കമ്പനിയിലും ഒരു പാക്കിംഗ് കമ്പനിയിൽ മുസ്ലിം സ്ത്രീയായും വീട്ടുജോലിക്കാരിയായും തന്റെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഒരു സ്ഥലത്ത് വെച്ച് ആ കുട്ടിക്ക് അഭിജിത് കുമാർ എന്ന പേര് കൊടുക്കുമ്പോൾ കുട്ടി അത്ഭുതത്തോടുകൂടി ആ പേര് മനഃപ്പാടമാക്കുന്നുണ്ട്. ഈ അമ്മ തന്റെ മകനെ നല്ലോണം ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നുണ പറയാനും ഒളിച്ചു നിൽക്കാനും അമ്മയുടെ ക്രിമിനൽ പരിപാടികൾക്ക് കൂട്ടുനിൽക്കാനും. ട്രെയിലറിന്റെ തുടക്കത്തിൽ ആ ബാലൻ അമ്മയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ പുതിയ കഥ എന്താണെന്നും എന്റെ പുതിയ പേരെന്താണെന്നും. അമ്മ ആ കുട്ടിക്ക് വളരെ രഹസ്യമായി ഒരു പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ഭാഗത്ത് ആ സ്ത്രീ മകനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ കഥയൊന്നും ആരോടും പോയി പറയരുത് എന്ന്, പ്രത്യേകിച്ചും പോലീസുകാരോട് എന്ന്. അതിന്റെ അർത്ഥം മുൻപ് പലപ്പോഴായി പല സ്ഥലങ്ങളിൽ ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് പോകാനും പല കാര്യങ്ങൾ ചെയ്യാനും ആ സ്ത്രീ മകനെ പറഞ്ഞ് ശീലിപ്പിച്ചിട്ടുണ്ട് എന്ന്. ട്രെയിലറിലെ ഒരു ഭാഗത്തായി ഈ സ്ത്രീ വിചാരണ തടവുകാരായ കുറ്റവാളികളെ പാർപ്പിക്കുന്ന വനിതാ ജയിലിന്റെ മുൻപിൽ നിന്നും കുട്ടിയുമായി ഇറങ്ങി വരുന്നത് കാണിക്കുന്നുണ്ട്. ഈ സ്ത്രീ ജയിലിൽ കിടന്നിട്ടുള്ള ആളാണെന്ന് ട്രെയിലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസിനാണ് ഈ സ്ത്രീ ജയിലിൽ പോയത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇപ്പോൾ പലയിടത്തും ഒളിച്ചു ജീവിക്കുകയാണ്. ബീന ആന്റണിയുടെ കഥാപാത്രം ആ സ്ത്രീയുടെ മുൻകാലം നന്നായി മനസ്സിലാക്കിയതിനു ശേഷം പറയുന്നുണ്ട്, എല്ലാവരെയും വെട്ടിക്കൊന്ന് കുഴിച്ചു മൂടുന്നതാണല്ലോ നിന്റെ സ്റ്റൈൽ എന്ന്. മറ്റൊരു സീനിൽ തോക്കുപയോഗിച്ച് ഒരാളെ വെടിവെച്ച് കൊന്ന് ആ രക്തം ആരും കാണാതിരിക്കാൻ വേണ്ടി വെള്ളമൊഴിച്ച് മാച്ചു കളയുന്നുണ്ട്. മാത്രമല്ല, ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് പ്രായമായ സ്ത്രീ അവരുടെ നേരെ തോക്ക് ചൂണ്ടുമ്പോൾ ആ ചെറിയ ബാലൻ പറയുന്നുണ്ട്, വിഷം കൊടുക്കുക അമ്മയെന്ന്. അവരുടെ ജീവൻ എടുക്കാൻ വരുന്നവരെ വിഷം കൊടുത്ത് കൊല്ലണമെന്ന് ഇത്രയും പ്രായം കുറഞ്ഞൊരു ബാലൻ അവന്റെ അമ്മയോട് പറയണമെങ്കിൽ ഇതിനു മുൻപ് ഇവരിങ്ങനെ പലരെയും വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതോടൊപ്പം വീടിന്റെ പിൻഭാഗത്തായി ഒരു കുഴിയെടുത്ത് ആ കുഴിയുടെ മുകളിൽ വാഴ നട്ടുവെച്ച് മകനെയും മടിയിലിരുത്തി വളരെ കൂളായി അവിടേക്ക് നോക്കുന്ന ബാലനെയും സ്ത്രീയെയും കാണാം. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വാഴയ്ക്ക് വേണ്ടിയുള്ള കുഴിയല്ല അവരെടുത്തിട്ടുള്ളത്. ആ സ്ത്രീയുടെ കാലിലും കയ്യിലും നല്ലതുപോലെ ചെളി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ആഴത്തിലിറങ്ങി കുഴിച്ച് എന്തോ ഒരു വലിയ വസ്തു അവിടെ ഇട്ട് മൂടി അതിന്റെ മുകളിൽ വാഴ വെച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. ആ സീനിൽ അവരുടെ പിന്നിലായി ഒരു വീൽ ചെയർ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വീൽ ചെയറിൽ ഇരിക്കുന്ന പ്രായമായ സ്ത്രീയെ ആയിരിക്കാം അവർ അവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവമെല്ലാം വളരെ കൂളായി കണ്ട് ഒന്നും പ്രതികരിക്കാതെ നിൽക്കുന്ന ആ ബാലൻ അമ്മ ട്രെയിൻ ചെയ്ത ഒരു ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയാണെന്ന് അനുമാനിക്കാം. ഈ സിനിമയ്ക്ക് ശരിക്കും 2 ടൈം ലൈൻ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഒരു ഭാഗത്തായി ഈ ബാലന്റെ ആധാർ കാർഡിലെ പേര് വാസുദേവൻ എന്നും അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് ആയി കാണിച്ചിരിക്കുന്ന വർഷം 2009 ആണ്. ആ ബാലന് ഏകദേശം 8-9 വയസ്സ് വരെ പ്രായം തോന്നിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ കഥ പറയുന്ന ആദ്യത്തെ കാലഘട്ടം 2018-19 വർഷങ്ങളിലായിരിക്കാം. ഏതോ ഒരു മർഡർ കേസിലെ പ്രതി അല്ലെങ്കിൽ സാക്ഷിയാണ് ഈ ബാലനെന്ന് ഗിരീഷ് ഏടിയുടെ പോലീസ് കഥാപാത്രം പറയുന്നുണ്ട്. റോഡിൽ വെച്ച് മിസ്സിംഗ് ആകുന്ന ഈ ബാലനെ പിന്നീട് പോലീസുകാർ കണ്ടെത്തി സ്റ്റുഡിയോയിൽ കൊണ്ടുയിരുത്തി ഫോട്ടോ എടുപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ വെട്ടിച്ച് ഈ ബാലൻ വീണ്ടും മിസ്സിംഗ് ആവുന്നുണ്ട്. ആ ബാലനെ അന്വേഷിച്ച് ജൂനിയർ ലാലിന്റെ പോലീസ് കഥാപാത്രം പലയിടത്തായി പോയി കാണിക്കുന്ന ഫോട്ടോ മുൻപ് സ്റ്റുഡിയോയിൽ പോയി എടുത്ത ഫോട്ടോയാണ്. മിസ്സിംഗ് ആയ ബാലനെ പിടികൂടാൻ പോലീസ് പോകുന്നതും ആ ബാലൻ പിന്നീട് ഒരു ലോറിയിൽ കയറി രക്ഷപ്പെടുന്നതും കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമയുടെ 2ാമത്തെ ടൈം ലൈൻ എന്ന് പറയുന്നത് ആ ബാലൻ വളർന്നു വലുതായി 14-15 വയസ്സാകുന്നിടത്താണ്. 14-15 വയസ്സ് പ്രായമുള്ള ആ ബാലൻ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ജൂനിയർ ലാലിന്റെ പോലീസ് കഥാപാത്രം ആ ബാലനെ രൂക്ഷമായി നോക്കുമ്പോൾ ജൂനിയർ ലാലിന്റെ മുടി പലയിടത്തായി നരച്ചിട്ടുണ്ട്. അപ്പോ ഈ ബാലൻ ചെറുതായിരുന്നപ്പോഴും 14-15 വയസ്സ് പ്രായമായപ്പോഴും പോലീസ് ഇപ്പോഴും ആ മർഡർ കേസിന്റെ പേരിൽ ബാലന്റെ പിറകെയാണെന്ന് വ്യക്തമാണ്. അതുമല്ലെങ്കിൽ തന്റെ അമ്മയെ അന്വേഷിച്ച് ആ ബാലൻ പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയെന്ന് വ്യക്തമാണ്. ട്രെയിലറിൽ ആരോ ഒരാൾ ബാലനോട് നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പറയുന്നുണ്ട്. ആ സ്ത്രീ പോകുന്ന വഴിയിലെല്ലാം തന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പലപ്പോഴും തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നീട് തന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ വകവരുത്താൻ വേണ്ടിയോ ആയിരിക്കാം മുത്തശ്ശി ഉപയോഗിക്കുന്ന തോക്ക് പലപ്പോഴായി ലോഡ് ചെയ്ത് ജനൽ വഴി ആരെയോ നോക്കുന്നത്. ഒരു ഭാഗത്ത് ആ സ്ത്രീ ആരെയോ കണ്ട് പേടിച്ച് മാറുന്നതായി കാണിക്കുന്നുണ്ട്.
ബീന ആന്റണിയുടെ കഥാപാത്രം ആ സ്ത്രീ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ സ്ത്രീ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. പിന്നീട് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുകയും ആ രക്തം മായ്ച്ചു കളയുകയും ചെയ്യുന്ന സീനുകളിലെല്ലാം ആ സ്ത്രീ ഇട്ടിരിക്കുന്ന വസ്ത്രവും ലൊക്കേഷനും ഒന്ന് തന്നെയാണ്. അതിനർത്ഥം ബീന ആന്റണിയുടെ കഥാപാത്രം തന്റെ കഴിഞ്ഞകാലം കണ്ടെത്തി അത് മറ്റുള്ളവരോട് പറയുമെന്നുള്ള സിറ്റുവേഷനിലായിരിക്കാം ബീന ആന്റണിയെ അവിടെ തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്ന് ആ രക്തം അവിടെ നിന്ന് മായ്ച്ചു കളയുന്നത്. ടൊവിനോ തോമസിന്റെ കഥാപാത്രം ട്രെയിലറിന്റെ തുടക്കത്തിൽ ഒരു ലോറിയിൽ ചാടി കയറിയതിനു ശേഷമാണ് ആ ഡ്രൈവർ ബാലനോട് വഴക്കു പറയുന്നത്. പിന്നീട് ഇതേ ബാലൻ ബോട്ടിൽ പോകുന്ന ടൊവിനോയെ കണ്ട് പിറകെ ഓടുന്നുണ്ട്. ട്രെയിലറിന്റെ അവസാന ഭാഗത്ത് ടൊവിനോ തോമസ് ബാലനോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയടാ എന്ന്. ആ സമയത്തും ബാലൻ പറയുന്നത് അമ്മ എന്ന് മാത്രമാണ്. കാരണം എന്താണെന്ന് അറിയാതെ ചെറുപ്പം മുതലേ തന്റെ അമ്മ പറഞ്ഞു പഠിപ്പിച്ച കാര്യം മാത്രം വിശ്വസിച്ച് ചെയ്ത് പിന്നീട് ആ അമ്മയെ കാണാതാകുമ്പോൾ എന്തിനാണ് അമ്മ എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നും എന്റെ അമ്മ ആരായിരുന്നു എന്ന് അറിയാൻ വേണ്ടി ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ബാലന്റെ കഥയാണ് ഈ സിനിമ എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. രോമാഞ്ചത്തിനും ആവേശത്തിനും ശേഷം സംവിധായകൻ ജിത്തു മാധവന് തിരക്കഥ, ജാനേ മന്നനും മഞ്ഞുമൽ ബോയ്സിന് ശേഷമുള്ള ചിദംബരത്തിന്റെ സംവിധാനം. ഇത് മാത്രം മതി ഈ സിനിമ കാണാനുള്ള ഹൈപ്പ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.